ഹലോ സ്റ്റുഡൻസ്, വെൽഡഡ് ട്രേഡിൻ്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ടോപ്പിക്കിൽ ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബഡ് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: 150 mm നീളവും 50 mm വീതിയും 2 mm കട്ടിയുമുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്ത് സെറ്റാക്കുക. ആവശ്യമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കനമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബട്ട് ജോയിന്റ് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ്: സ്റ്റീൽ റൂൾ, ബോൾ പീൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ഓർ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്ററും ഫ്ലോ മീറ്ററും, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, വയർ ഫീഡറുകൾ. ഇലക്ട്രോഡ് വയറിന്റെ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ, ആർഗോൺ ഗ്യാസ്. 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ്. ഇപ്പോൾ നമുക്ക് ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബഡ് ജോയിന്റ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. നല്ല വായു സഞ്ചാരമുള്ള വർക്ക് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. കട്ടിങ്ങിനുള്ള അളവുകൾ എടുക്കാൻ വെൽഡിംഗ് ടേബിളിൽ റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ്, സ്ക്രൈബർ എന്നിവ റെഡിയാക്കി വയ്ക്കുക. റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് 150 mm നീളവും 50 mm വീതിയും 2 mm കനവുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ അടയാളപ്പെടുത്തുക. നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് തുടരുമ്പോൾ അടയാളപ്പെടുത്തിയ കട്ടിംഗ് ലൈനുമായി ഹാൻഡ് ഷെയറിംഗ് മെഷീൻ അലൈൻ ചെയ്യുക. പതുക്കെയും നിയന്ത്രിതവുമായ കട്ടിംഗ് മോഷൻ മികച്ച ഫലം നൽകും. ഇത് ഷീറ്റിന്റെ പരിപരുത്ത അറ്റങ്ങളുടെ ഡീഫോർമേഷൻ തടയുന്നു. കട്ടിംഗ് പ്രോസസ് ഏകദേശം പൂർത്തിയാകുമ്പോൾ കട്ട് ചെയ്തതിന്റെ സ്ട്രെയിറ്റ്നെസ് നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകുക. അപ്രതീക്ഷിതമായ ഓവർ കട്ടുകൾ ഒഴിവാക്കാൻ ലൈനിന്റെ അവസാനത്തോടെടുക്കുമ്പോൾ വേഗത കുറയ്ക്കുക. കട്ട് ചെയ്യുന്നത് പൂർത്തിയാക്കിയ ശേഷം സ്മൂത്ത്നെസ്സിനും കൃത്യതയ്ക്കും വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ അറ്റങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. പരിക്കൻ അറ്റങ്ങൾ ഫയൽ ചെയ്യുക. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ജോബ് സർഫസ് വൃത്തിയാക്കുക. വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുന്നതിന് വെൽഡിംഗ് ടേബിളിൽ ഷീറ്റ് റെഡിയാക്കി വയ്ക്കുക. GMAW മെഷീന്റെ സജ്ജീകരണം ആരംഭിക്കുക. കൃത്യമായ വ്യാസമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫീഡർ വയർ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 0.8 mm ഡയമീറ്റർ ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ സ്പൂൾ സ്ഥാനത്തുറപ്പിക്കുക. അത് ലോക്ക് ചെയ്ത് ഗൈഡ് ട്യൂബ്, റോളറുകൾ, സ്പൈറൽ, ടോർച്ചിന്റെ കോണ്ടാക്ട് ടിപ്പ് എന്നിവയിലൂടെ വയർ വലിക്കുക. ആർഗൺ ഗ്യാസ് സിലിണ്ടറിൽ ഫ്ലോ മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മിഷൻ സെറ്റപ്പ് പരിശോധിക്കുക. ആദ്യം GMAW മെഷീന്റെ പവർ സപ്ലൈ പരിശോധിക്കുക.
ആർഗോൺ ഗ്യാസ് സിലിണ്ടർ വാൽവ്, ഗ്യാസ് ഫ്ലോ റേറ്റ് എന്നിവ പരിശോധിക്കുക. ശരിയായ വേഗതയ്ക്കായി ഫീഡർ വയർ മെഷീൻ പരിശോധിക്കുക. ആക്സസറികൾ ഉപയോഗിച്ച് വെൽഡിംഗ് ടോർച്ച് സജ്ജമാക്കുക. വെൽഡിംഗ് ടോർച്ചിൽ ഫില്ലർ വയർ ഫീഡർ പരിശോധിക്കുക. GMAW മെഷീൻ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുക. സ്ക്വയർ ബഡ് ജോയിന്റായി ഷീറ്റുകൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സർഫസ് ബെൻഡുകൾ ഉണ്ടോ എന്നറിയാൻ പ്ലേറ്റുകൾ പരിശോധിക്കണം. എന്തെങ്കിലും വളവ് കണ്ടെത്തുന്നെങ്കിൽ ഒരു അൻവില്ലിൽ ചുറ്റിക കൊണ്ട് മുറിച്ച പീസുകൾ നേരെയാക്കുക. ഒരിക്കൽ കൂടി സർഫസ് പരിശോധിച്ച് സെറ്റിംഗ് പ്രോസസ്സുകൾ തുടരുക. 1.5 mm റൂട്ട് ഗ്യാപ്പ് വെച്ച് ഷീറ്റുകൾ ഒരു സ്ക്വയർ ബഡ് ജോയിന്റായി സെറ്റ് ചെയ്യുക. ഷീറ്റിന്റെ രണ്ടറ്റത്തും ഷീറ്റുകൾ വെൽഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡിപ്പ് ട്രാൻസ്ഫർ വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കനമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബഡ് ജോയിന്റ് ചെയ്യുന്നതിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. വർക്കിംഗ് ടേബിളിൽ വർക്ക് പീസ് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ ബാക്കിംഗ് സ്ട്രിപ്പിൽ വർക്ക് പീസ് ടാക്ക് വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യുക. 0.8 mm ഡയമീറ്റർ ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ സ്പൂൾ സ്ഥാനത്തുറപ്പിക്കുക. അതിലേക്ക് ലോക്ക് ചെയ്ത ഗൈഡ് ട്യൂബ്, റോളറുകൾ, സ്പൈറൽ, ടോർച്ചിന്റെ കോണ്ടാക്ട് സ്ട്രിപ്പ് എന്നിവയിലൂടെ വയർ വലിക്കുക. വെൽഡിംഗ് മെഷീൻ ഓണാക്കുക. വെൽഡിംഗ് തുടങ്ങുമ്പോഴുള്ള ഗ്യാസ് ഫ്ലോ ആദ്യം ചെക്ക് ചെയ്യുക. നിർദ്ദിഷ്ട ഫ്ലോ റേറ്റ് അനുസരിച്ച് ഗ്യാസ് ഫ്ലോ ക്രമീകരിക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് 8 മുതൽ 10 LPM ലിറ്റർ പെർ മിനിറ്റായി സജ്ജീകരിക്കുക. സിലിണ്ടറിന്റെ ഓപ്പണിംഗ് വാൽവിന് അടുത്തുള്ള ഫ്ലോ റേറ്റ് ട്യൂബിലെ ഫ്ലോ റേറ്റ് നോക്കുക. വെൽഡിംഗ് പ്രക്രിയയ്ക്കായി ഫ്ലോ റേറ്റ് ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മിഷന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് DCRP ടോർച്ച് ബന്ധിപ്പിക്കുക. വെൽഡിംഗ് ടോർച്ച് തയ്യാറാക്കിയ സ്ഥാനത്ത് വയ്ക്കുക. വലതു കൈയിൽ ടോർച്ച് പിടിക്കുക. വെൽഡിംഗ് ടോർച്ചിന്റെ പ്രസ് ബട്ടണിൽ ചൂണ്ടുവിരൽ വയ്ക്കുക. വെൽഡിംഗ് ടോർച്ചിലെ വയർ ഫീഡർ ബട്ടൺ സാവധാനം അമർത്തി സ്ഥിരമായ വേഗതയിൽ വയർ പുറത്തു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മെഷീന്റെ ഗ്യാസ് ഫ്ലോ റേറ്റ്, വയർ ഫീഡ് നിരക്ക് എന്നിവയുടെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കിയ ശേഷം വെൽഡിംഗ് പ്രക്രിയയ്ക്കായി വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ തുടങ്ങണം. ആർക്ക് വോൾട്ടേജ് സജ്ജീകരിക്കുന്നതിന് മുമ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിന് ആർക്ക് വോൾട്ടേജ് സജ്ജീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം അല്ലെങ്കിൽ യൂസർ മാനുവൽ നോക്കുന്നത് നല്ലതാണ്. ആംപിയർ സജ്ജീകരിക്കുന്നതിനും ഇതേ നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിന് ആംപിയർ സജ്ജീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ യൂസർ മാനുവൽ നോക്കുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡിന് ആവശ്യമായ ആർക്ക് വോൾട്ടേജ് 19 മുതൽ 21 വോൾട്ടിൽ സജ്ജമാക്കുക. ഒരു സ്ക്രാപ്പ് പ്ലേറ്റിൽ ആർക്ക് അടിച്ച് 90 മുതൽ 100 ആംപിയർ ലഭിക്കുന്നതിന് വയർ ഫീഡ് നിരക്ക് സജ്ജമാക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിലവിലെ ക്രമീകരണത്തിനായി ഹാൻഡ് ഷീൽഡ് ഹെൽമെറ്റിൽ DIN 11 അല്ലെങ്കിൽ 12 കറുപ്പ് അല്ലെങ്കിൽ പച്ച ഫിൽറ്റർ ഗ്ലാസ് ഉപയോഗിക്കുക. മെഷീനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ വെൽഡ് മോഡിലേക്ക് മാറ്റുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡിന് ആവശ്യമായ രീതിയിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. കോണ്ടാക്ട് ടിപ്പിന്റെ അവസാനം മുതൽ ജോബ് വരെ 8 മുതൽ 10 മില്ലിമീറ്ററിൽ ഒരു ഫില്ലർ വയർ സ്റ്റിക്ക് നിലനിർത്തുക. ഒരു സാമ്പിൾ ഷീറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുകയും വെൽഡ് ബീഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യുകയും വേണം. സാമ്പിൾ ടെസ്റ്റ് റിസൾട്ട് ഓക്കെ ആണെങ്കിൽ റൂട്ട് റണ്ണിനായി മുന്നോട്ട് പോകാം. ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് ബഡ് ജോയിന്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക.
വെൽഡ് ബീഡിന്റെ ശരിയായ റീഇൻഫോഴ്സ്മെന്റ് ഉറപ്പാക്കുക. സ്പാട്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് നീക്കം ചെയ്യുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ജോയിന്റ് ക്ലീൻ ചെയ്യുക. സർഫസ് ഡിവൈസുകൾ അറിയാനായി വെൽഡ് ബീഡ് പരിശോധിക്കുക. ഇനി പോരായ്മകൾ നോക്കാം. അൺഈവൻ ബീഡ്, excess reinforcement, സ്പാട്ടേഴ്സ്, ഇംപ്രോപ്പർ ഫ്യൂഷൻ, ഡിസ്റ്റോർഷൻ. വെൽഡർമാർ പാലിക്കേണ്ട സുരക്ഷാ രീതികൾ. ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്ററുകൾ കൊണ്ട് അടഞ്ഞു പോകുമ്പോൾ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വയർ ഫീഡ് ഇറഗുലർ ആകും. ഇതൊരു അൺഎക്സ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാകാൻ ഇടയാക്കും. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളവും 50 mm വീതിയും 2 mm കനവുമുള്ള പ്ലേറ്റ്സ് തയ്യാറാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഉചിതമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് നിക്ഷേപിക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സ് പരിശോധിക്കുക. ഡിപ്പ് ട്രാൻസ്ഫർ വഴി 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിലെ ബഡ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.